സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനത്താൽ നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ ഇന്നയോളം കാത്ത, മേലിലും കാക്കുവാൻ പ്രാപ്തനായ പിതാവായ ദൈവത്തിന് ഞാൻ സ്തുതി സ്തോത്ര ബഹുമാനങ്ങൾ അർപ്പിക്കുന്നു. ബഹുമാന്യരായ കർത്തൃദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തീയ വന്ദനങ്ങൾ. ഒരുമിച്ചുള്ള കൂട്ടായ്മ നമുക്ക് സന്തോഷവും അനുഗ്രഹവുമാണല്ലോ. ആത്മീയ വർധനവിന്, പ്രത്യാശ വളരുന്നതിന്, സ്നേഹം വർദ്ധിക്കുന്നതിന്, വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതിന് ഒക്കെ ഇത് മുഖാന്തരങ്ങളാകയാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവ് പിന്നെയും നമ്മെ സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പലരും പലയിടങ്ങളിലും കൺവെൻഷനുകളിലും മറ്റ് തിരക്കുകളിലുമൊക്കെ ആയിരിക്കുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലർ നമ്മുടെ മധ്യത്തിൽ ഈ ദിവസങ്ങളിൽ ഇല്ല. ദൈവം അവരെയൊക്കെ അവിടെ ഇവിടങ്ങളിലായിട്ട് സൂക്ഷിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളത്തെ പല സ്ഥലങ്ങളിൽ നടത്തപ്പെടുന്ന, പല സമയങ്ങളിൽ നടത്തപ്പെടുന്ന സഭായോഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എതിർപ്പുകളും പ്രതികൂലങ്ങളുമുള്ള സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ സൂക്ഷിപ്പ് കൊടുക്കട്ടെ. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം ആദ്യത്തെ വാക്യങ്ങളിൽ 1, 2, 3 വാക്യങ്ങളിൽ പറയുന്നത് പോലെ ദുഷ്ട മനുഷ്യരുടെ കയ്യിൽ നിന്ന് കർത്താവ് തന്റെ ജനത്തെ സംരക്ഷിക്കട്ടെ. നമ്മുടെയൊക്കെ അടുക്കൽ ദൈവത്തിന്റെ വചനം എത്തിയതുപോലെ എല്ലായിടത്തും ദൈവത്തിന്റെ വചനം എത്തട്ടെ. വിശ്വസിച്ചവരെ ദൈവം ദുഷ്ടന്റെ കയ്യിൽ നിന്ന്, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ സൂക്ഷിക്കുമാറാകട്ടെ. പൗലോസ് പറയുന്ന കാര്യങ്ങൾ അതാണ് 2 തെസ്സലോനിക്കർ 3-ന്റെ 1, 2, 3 വാക്യങ്ങളിൽ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണല്ലോ. വെളിപ്പാട് പുസ്തകം 18-ാമത്തെ അധ്യായം. നാം അതിൽ കൂടെ ഒരു പ്രദക്ഷിണം നടത്തുകയായിരുന്നു. ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ചതിൽ, പഠിച്ചതിൽ എന്തെങ്കിലും വിശദീകരണം ഇനിയും വേണം എന്ന് തോന്നുന്നെങ്കിൽ ചോദിക്കാമല്ലോ. ഒന്നുമില്ല എന്ന് മൗനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെ ക്ലാസ് കഴിഞ്ഞിട്ട് ചോദ്യോത്തരത്തിന് അവസരമില്ലാഞ്ഞതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഞാൻ ആ കാര്യം ചോദിച്ചത്. കർത്താവിന്റെ വരവ് താമസമാണെങ്കിൽ ഫെബ്രുവരി ആദ്യത്തെയോ 2-ാമത്തെയോ ആഴ്ചയിൽ നമുക്കൊരു പൊതു ചോദ്യോത്തര ക്ലാസ് വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. പൊതുവായ ചോദ്യങ്ങൾ പലർക്കും ഉണ്ട് എന്നറിയുന്നു. ചിലരൊക്കെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ചോദിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് ഫെബ്രുവരി ആദ്യത്തെയോ 2-ാമത്തെയോ ആഴ്ചയിൽ അങ്ങനെ ഒരു ക്ലാസ് ക്രമീകരിക്കണം എന്ന ആഗ്രഹമുണ്ട്. മറ്റുള്ളവരുടെയും കൂടെ അഭിപ്രായം അറിഞ്ഞാൽ അതനുസരിച്ച്, നിങ്ങളുടെ സൗകര്യവും കൂടെ അറിയിച്ചാൽ അതനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാം. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നമ്മൾ അങ്ങനെയുള്ള 2 ക്ലാസ്സുകൾ ക്രമീകരിച്ചിരുന്നു. രണ്ടും നമ്മൾ 6 മണിക്കാണ് തുടങ്ങിയത് ഇന്ത്യൻ സമയം. സമയം നിങ്ങളുടെ സൗകര്യാർത്ഥം നമുക്ക് ക്രമീകരിക്കാം. അത് ഒരു അറിവിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു സൂചനയ്ക്ക് വേണ്ടിയിട്ട് ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് മടങ്ങി വെളിപ്പാട് 18-ാം അധ്യായത്തിലേക്ക് വരാമല്ലോ. So here any topic, general topics
റെവലേഷൻ നമ്മുടെ ക്ലാസ്സിൽ റെവലേഷന്റെ ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് മറ്റേത് പണ്ട് ക്രമീകരിച്ചതുപോലെ ജനറൽ ആയിട്ടുള്ളതാണ്. എനി ടോപ്പിക് ഒന്നുകിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ നേരത്തെ തരാം, അല്ലെങ്കിൽ ആ സമയത്ത് ചോദിക്കാം. രണ്ടുമാകാം. നേരത്തെ തന്നാൽ പല ചോദ്യങ്ങൾ കപ്പിൾ ചെയ്ത് ഉത്തരം തരുന്നതിന് സൗകര്യപ്രദമായിരിക്കും, സമയം ലാഭിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സമയം ഉണ്ട്. കർത്താവിന്റെ വരവ് താമസിച്ചാൽ 1-2 ആഴ്ചയെങ്കിലും ഇനിയുണ്ട് നമുക്ക്. ശരി, നമുക്ക് വെളിപ്പാട് 18 നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഒരിക്കൽ കൂടെ 1, 2, 3 വാക്യങ്ങൾ വായിക്കാമല്ലോ. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹതിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെ തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. താങ്ക് യു ഷീബ സിസ്റ്റർ. പുതിയ വേർഷൻ ആണോ? ഇപ്പോൾ പുതിയ ട്രാൻസ്ലേഷൻസ് മലയാളം ബൈബിളിനും ഇറങ്ങുന്നുണ്ട്. സമകാലിക ഭാഷയിലേക്ക് ആക്കിക്കൊണ്ട്. ഓക്കെ, അത് നമ്മുടെ വിഷയം ഇപ്പോഴല്ലല്ലോ. അപ്പൊ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പൊതുവായ ഒരു വിഷയമാണ് നമ്മൾ ഈ 18-ാം അധ്യായത്തിൽ നിന്ന് പഠിക്കുന്നത്. ഓരോ വാക്യങ്ങളും വാക്കുകളും എടുത്തുകൊണ്ടുള്ള ഒരു പഠനമല്ല ഇതുവരെ നമ്മൾ 18-ാം അധ്യായത്തിൽ നിന്നും നടത്തിയത്. പൊതുവായിട്ടുള്ളൊരു സംഗതിയാണ്. നോട്ട് an exact exegesis of chapter 18. So far we were just trying to see the content, the meaning or the message of this chapter. അതിൽ നമ്മൾ കണ്ടു, the headquarters of Antichrist is being destroyed by the Lamb of God or God the Father. ദൈവകുഞ്ഞാട് അല്ലെങ്കിൽ പിതാവായ ദൈവം എതിർക്രിസ്തുവിന്റെ തലസ്ഥാന നഗരിയെ ശിക്ഷിച്ച് നശിപ്പിക്കുന്ന ഒരു ചിത്രമാണ് 18-ാം അധ്യായം. ലൊക്കേഷൻ, അതിന്റെ സ്ഥലം നമ്മൾ കണ്ടു. പെർഹാപ്സ്, മോസ്റ്റ് പ്രോബബ്ലി the rebuilt or the revived Babylon, പുനരുദ്ധരിക്കപ്പെടുന്ന ബാബിലോൺ ആണ് ഇത് എന്ന് നമ്മൾ കണ്ടു. അതിന്റെ ഒരു സമ്മറി ആയിട്ട് കണ്ടതാണ്. അവിടെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സിറ്റി, ഇന്നലെയും നാം അതാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഈ പട്ടണത്തെ കുറിച്ചുള്ള വിവരണങ്ങൾ 6-7 കൂട്ടം കാര്യങ്ങൾ നമ്മളതിൽ പഠിക്കുകയുണ്ടായല്ലോ. അവിടെ നാം കണ്ടത് ഈ 18-ാമത്തെ അധ്യായത്തിൽ അവസാനം വരെയുള്ള വാക്യങ്ങളിൽ ഈ പട്ടണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആ വിഷയങ്ങളിലും സംശയങ്ങൾ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ആവർത്തനത്തിലേക്ക് പോകുന്നില്ല.
നാമാവശേഷമാക്കപ്പെടുന്ന, പൂർണ്ണമായും നശിപ്പിച്ചു കളയുന്ന ഒരവസ്ഥയാണ് ഈ പട്ടണത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ടത്. അതിന്റെ സമ്മറിയായിട്ട് മറ്റൊരു എഴുത്തുകാരൻ ഇങ്ങനെ പറയുന്നു: ഇറ്റ് ഈസ് ദ ഹോട്ട് ബെഡ് ഓഫ് ഡീമൺസ് ആൻഡ് ഫാൾസ് ഡോക്ട്രിൻസ്. ദുരുപദേശങ്ങളുടെയും ദുരാത്മാക്കളുടെയും ഹോട്ട്ബെഡാണ്. അവരുടെ, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അവരുടെ പാർപ്പിടമാണ്, അവരുടെ കിടപ്പറയായിട്ടത് മാറുന്നു. ക്യാപിറ്റൽ ഓഫ് ഗോഡ്ലെസ് മെറ്റീരിയലിസം. ദൈവരഹിതമായ ഭൗതികവാദത്തിന്റെ തലസ്ഥാനമായിട്ടത് മാറുന്നു. ക്യാപിറ്റൽ ഓഫ് ഗോഡ്ലെസ് മെറ്റീരിയലിസം. അത് സഭയ്ക്കകത്തേക്കും നൂഴ്ന്ന് കയറി വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. Filled with both iniquity and arrogance. Filled with both iniquity and arrogance. അകൃത്യവും കൊലപാതകങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു പട്ടണമായി നമുക്കിതിനെ കാണാൻ സാധിക്കും. മറ്റൊന്ന് നാം കാണുന്നത് the center of drug activities and bloodshedding. Center of drug activities and bloodshedding. രക്തച്ചൊരിച്ചിലിന്റെയും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന്റെയും കേന്ദ്രമായി ഇവിടം കാണപ്പെടുകയാണ്. അപ്പം ഈ നിലകളിൽ നമുക്ക് 18-ാമത്തെ അധ്യായത്തിലെ ബാബിലോണിനെ കാണുവാൻ സാധിക്കും. അതിന്റെ വിശദീകരണങ്ങളിലൂടെ നാം കടന്നുപോയല്ലോ. പഴയ നിയമത്തിലെ പല പ്രവചന ഭാഗങ്ങളും, അതിൽ ചിലത് നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു, മറ്റു ചിലതും കൂടെ വേഗത്തിൽ ഓർപ്പിച്ച് ഞാൻ മുൻപോട്ട് പോകാം. ഇവിടെ നാം കാണുന്നത് യെശയ്യാ 13-ാം അധ്യായം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്, എങ്കിലും ചില വാക്യങ്ങൾ എടുത്തു പറയുന്നു എന്ന് മാത്രം. യെശയ്യാ 13-ന്റെ 11-ാമത്തെ വാക്യത്തിൽ, ഐശയ്യാ 13 and verse 11, നാം അവിടെ കാണുന്നത് ഉഗ്രന്മാരുടെ നിഗളം ദൈവം താഴ്ത്തിക്കളയും, ദോഷവും അകൃത്യവും സന്ദർശിക്കപ്പെടും. 13-ാം അധ്യായം നമ്മൾ നേരത്തെ തന്നെ കണ്ടു. യെശയ്യാ 13-ാമത്തെ അധ്യായം ബാബിലോണിന്റെ പതനത്തെ പറ്റി പ്രവാചകൻ പ്രവചിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഏകദേശം 600-700 വർഷങ്ങൾക്ക് മുൻപ്. ആ പ്രവചനങ്ങൾ അക്ഷരീയമായി നിവർത്തിക്കപ്പെടാൻ ബാക്കിയുണ്ടെന്ന് നമ്മൾ 2-3 ക്ലാസ്സുകൾക്ക് മുമ്പ് തന്നെ കണ്ടു. അതുകൊണ്ട് ആ ഭാഗങ്ങൾ വിവരിക്കുന്നില്ല. ചില വാക്യങ്ങൾ തൊട്ടുവിടുന്നു. So 13:11 of Isaiah, it says, God will bring down the pride of the proud, the arrogant, and also he will visit their iniquity and their sins, their wickedness. ഉഗ്രന്മാരുടെ നിഗളവും ഉന്നതഭാവവും ദൈവം താഴ്ത്തിക്കളയും. പൊതുവെ നിഗളമുണ്ടാകുന്നത്, ഗർവമുണ്ടാകുന്നത്
പല കാര്യങ്ങളുടെയും പ്രാപ്തി കൊണ്ടാണ്. യിരെമ്യാവ് പറയുന്നത് പോലെ ബലവാൻ, ധനവാൻ, ജ്ഞാനി, ഇങ്ങനെ പലവിധമായ കാര്യങ്ങളുടെ എബണ്ടൻസ്, സമൃദ്ധി ഉണ്ടാകുമ്പോൾ ജനം, വ്യക്തികൾ അതിൽ നിഗളിക്കുന്നു. ഒത്തിരി പാസ്റ്റർമാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന പാസ്റ്റർ ഗൾഫിൽ പോകുന്നത് വരെ അദ്ദേഹം വളരെ സൗമ്യനായിരുന്നു, പക്ഷെ പോയിട്ട് വന്നണക്കെ ആള് മാറി. വേറെ ചിലർ പറയാറുണ്ട്, അദ്ദേഹത്തിന് ആ ഒരു പോസ്റ്റ് കിട്ടുന്നത് വരെ, ആ ഒരു അധികാര കസേര കിട്ടുന്നത് വരെ അദ്ദേഹം ആള് വേറെയായിരുന്നു. ഇപ്പം പഴയ ആളല്ല. വേറെ ചിലരെ കുറിച്ച് പറയും, ആ ബ്രദറിന്റെ മോൻ അല്ലെങ്കിൽ മോള് ഇന്ന കോഴ്സ് പഠിക്കാൻ പോയതിന് ശേഷം, അല്ലെങ്കിൽ ഇന്ന ജോലി കിട്ടിയ ശേഷം, അല്ലെങ്കിൽ കല്യാണം ഇന്ന ആളുമായിട്ട് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഭൗതിക തലങ്ങളിൽ ലഭിച്ചാൽ അത് പലരുടെയും അഹങ്കാരത്തിന് കാരണമാകും, നിഗളത്തിന് കാരണമാകും. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത് യിരെമ്യാവ് 9-ാമത്തെ അധ്യായത്തിൽ, ഞാൻ ഇതെന്റെ ജ്ഞാനത്തിലോ, ബലവാൻ തന്റെ ബലത്തിലോ, ധനവാൻ തന്റെ ധനത്തിലോ, അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാം വേറെ കാര്യങ്ങളൊക്കെ, ഒന്നും പ്രശംസിക്കരുത്. ഇവിടെ ബാബിലോൺ പ്രശംസിക്കാൻ കാരണം നമ്മൾ ഇന്നലെയും കണ്ടു. പണത്തിന്റെ കൊഴുപ്പ്, അധികാരങ്ങൾ, ഭയങ്കര മഹത്വകരമായ കാര്യങ്ങൾ ഭൗതിക നിലകളിൽ, സകലത്തിന്റെയും ധാരാളിത്വം, ഇങ്ങനെയെല്ലാം ആയതുകൊണ്ട് അവർ നിഗളിച്ചു. പക്ഷേ ആ നിഗളങ്ങളെ ദൈവം താഴ്ത്തിക്കളയും. ബാബിലോണിന്റെ നിഗളത്തിന്റെ ഏറ്റവും ഉയർന്ന സമയമാണ് ഈ 18-ാമത്തെ അധ്യായം. അതേറ്റവും ഉയർന്നു കഴിയുമ്പോൾ ദൈവം അതിനെ ഏറ്റവും താഴ്ത്തിക്കളയും. ദുഷ്ടതയും പാപവും ദൈവം സന്ദർശിക്കുന്നു. അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്, വേഴ്സ് 19 ഓഫ് ഐശയ്യ 13. എടുത്തെങ്കിൽ ഒന്ന് വായിച്ചു. അങ്ങനെ ഞാൻ ആകാശത്തെ നടുങ്ങുമാറാകും, സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവന്റെ ഉഗ്രകോപത്തിന്റെ നാളിലും ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകും. പതിമൂന്നിന്റെ 19 വായിച്ചേ യെശയ്യാവ്. രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസ അലങ്കാരവുമായ ബാബേൽ ദൈവം സോതോമിനെയും ഗോമോറയെയും മറിച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും. സ്തോത്രം. നമ്മൾ നേരത്തെയും കണ്ടതാണ്, സൊദോമിനെയും ഗൊമോറയെയും ഇനി ഇല്ലല്ലോ. അതും പെട്ടെന്നായിരുന്നു. ആ രണ്ട് രീതികളിൽ ബാബേലിനെ ദൈവം മറിച്ചു കളയും. സൊദോം ഗൊമോറ എവിടെ എന്ന് ചോദിച്ചാൽ ഇന്ന് സ്ഥാനനിർണയം നടത്താൻ കഴിയാത്തതുപോലെ അത് ചാവുകടലായി തീർന്നിരിക്കുന്ന അവസ്ഥ നമുക്കറിയാം. ഇനിയും പണിയാൻ ഒക്കാത്തതുപോലെ ദൈവം അതിനെ നശിപ്പിച്ചു. ഓർമ്മ കൂടെ ഇല്ലാതാകത്തക്കതുപോലെ. ഇപ്പൊ വേദപുസ്തകം അറിയാവുന്നവർക്ക് ചാവുകടൽ എന്തായിരുന്നു എന്നറിയാൻ പറ്റൂ. അല്ലാതെ ആർക്കും സൊദോം ഗൊമോറയെ കുറിച്ച് അറിയില്ല.
അതും പെട്ടെന്നല്ലായിരുന്നു, സമയമെടുത്തില്ലല്ലോ. സ്തോത്രം. ഇന്ന് അമേരിക്കയിൽ ലോസ് ആഞ്ചൽസിൽ പടരുന്ന കാട്ടുതീയേക്കാൾ എത്രയോ വേഗതയിലാണ് സൊദോം ഗോമോറയിൽ ദൈവം തീയും ഗന്ധകവും വർഷിപ്പിച്ചത്. വസ്തുവകകളൊക്കെ നഷ്ടപ്പെടുന്നെങ്കിലും അവർക്കൊക്കെ ഓടി രക്ഷപ്പെടാൻ ഇന്ന് സാധിക്കുന്നുണ്ട്. പക്ഷേ അതിനവസരമില്ലാതെ, ഒരാൾ പോലും രക്ഷപ്പെടാതെ സൊദോം ഗോമോറയെ നാമാവശേഷമാക്കി നിമിഷങ്ങൾക്കുള്ളിൽ തീർത്തതുപോലെ ബാബിലോണിന്റെ നാശം വരും. ഇതിന്റെ പൂർത്തീകരണം വെളിപ്പാട് 18 നമ്മൾ കാണുകയാണ്. അതിന്റെ 20ഉം 21ഉം വാക്യങ്ങൾ നമ്മൾ നേരത്തെ വായിച്ചു. ഒന്നും കൂടെ വായിച്ചേക്കൂ. 20, 21. അതിൽ ഒരു നാളും കുടിപ്പാർപ്പുണ്ടാകുകയില്ല. തലമുറ തലമുറയോളം അതിൽ ആരും വസിക്കുകയുമില്ല. അറബിക്കാരൻ അവിടെ കൂടാരം അടിക്കുകയില്ല. ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയുമില്ല. മരുമൃഗങ്ങൾ അവിടെ കിടക്കും. അവരുടെ വീടുകളിൽ മൂങ്ങ നിറയും. ഒട്ടകപ്പക്ഷികൾ അവിടെ പാർക്കും. ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. വെളിപ്പാട് 18 അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളുമായിട്ട് അക്ഷരികമായി യോജിക്കുന്ന പ്രവചനമല്ലേ? വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ലല്ലോ. സ്തോത്രം. 22 വാക്യം, 22. അവരുടെ അരമനകളിൽ ചെന്നായ്ക്കളും അവരുടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികളും ഓളിയിടും. അതിന്റെ സമയം അടുത്തിരിക്കുന്നു. അതിന്റെ കാലം ദീർഘിച്ചു പോകുകയുമില്ല. സ്തോത്രം. അപ്പൊ ഇങ്ങനെ 13 അധ്യായത്തിൽ യെശയ്യാവ് പ്രവചിക്കുന്ന പ്രവചനങ്ങളുടെ നിവൃത്തി അക്ഷരികമായി നിറവേറുകയാണ് വെളിപ്പാട് 18 അധ്യായം. അത് അക്ഷരീക ബാബിലോണാണ്. ശിനാർ ദേശത്തുള്ള ബാബിലോൺ പട്ടണം, ബാബിലോണ്യ സാമ്രാജ്യം, അതിന്റെ തലസ്ഥാനം, അതിന്റെ കാരണങ്ങളുമെല്ലാം ആ ഭാഗങ്ങളിൽ വിശദമാക്കുന്നു. നമ്മളും അത് പഠിച്ചതുകൊണ്ട് അതിലേക്ക് ഇനി പോകുന്നില്ല. യിരെമ്യാവ് പറഞ്ഞത് നമ്മൾ കണ്ടു 51 അധ്യായത്തിൽ. അതും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ജെറമായ ചാപ്റ്റർ 51 ഇതേപോലെ തന്നെ ബാബിലോണിന്റെ സർവനാശത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു, പ്രവചിക്കുന്നു. അതിന്റെ 41 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചതായിരുന്നുവല്ലോ. അവിടെയും യെശയ്യാവ് പ്രവചിച്ചതുപോലെ യിരെമ്യാവും പറയുകയാണ്, ദേശം ശൂന്യമാകും, പട്ടണങ്ങൾ ആൾപ്പാർപ്പില്ലാത്തതായിട്ട് തീരും, ആർക്കും വഴി നടക്കുവാൻ ഒക്കാത്തതുപോലെ, ആർക്കും പാർക്കുവാൻ സാധിക്കാത്തതുപോലെ ബാബിലോൺ നാമാവശേഷമാകും, ഇല്ലാതെയാകും. അൻപത്തി 45 ആ വാക്യത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. അവിടെ ബാബിലോണിന്റെ നാശത്തിൽ നിന്നും ഓടിപ്പോകുവാൻ പറയുന്നുണ്ട്. അത് 18 അധ്യായത്തിൽ മറ്റൊരു വാക്യത്തിൽ നമ്മൾ വേറെയായിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഇവിടെ പരാമർശിക്കുന്നില്ല. അപ്പം ഇവിടെ പറയുന്നത് ഇപ്പോൾ ബാബിലോണിന്റെ നഗരം ഈ പറയപ്പെടുന്നത് പോലെ ഇല്ലെങ്കിലും ഈ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടേണ്ടതിന് അത് ഇനിയും പണിയപ്പെടേണ്ടിയിരിക്കുന്നു. ഇത് ഒന്നും കൂടെ പണിയപ്പെടും, ഒന്നും കൂടെ പണിയപ്പെടും. അപ്പോൾ ഇവിടെ പറയുന്നത് ചില കാര്യങ്ങൾ നമുക്ക് അവിടെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം.
അപ്പം ഈ പട്ടണം ഏതാണെന്ന്, അതിൻ്റെ അവസ്ഥകൾ എങ്ങനെയാണെന്ന് നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്നും വ്യക്തമായല്ലോ. ഇനിയും ആ ഭാഗങ്ങൾ പഠിക്കുവാനും വിവരിക്കുവാനുമായിട്ടുണ്ടെങ്കിലും വിസ്താര ഭയം കൊണ്ട് അത് അവിടേക്ക് ഞാൻ പോകുന്നില്ല. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ ഉതകുന്നതായിട്ട് ഉണ്ടായിരുന്നല്ലോ. ഇത് കൂടാതെ യെശയ്യാ 21 അധ്യായത്തിന്റെ 9 വാക്യത്തിലും ഇതേപ്പറ്റി പറയുന്നുണ്ട്. യെശയ്യാവ് തന്നെ 34 അധ്യായം 11 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. ഐശയ്യാ ചാപ്റ്റർ 34 11 to 15 അവിടങ്ങളിലും പറയപ്പെടുന്ന പ്രവചനങ്ങളുടെ നിവൃത്തി ഈ 18 അധ്യായത്തിൽ നമുക്ക് കാണാം. ഓൾസോ ഫ്രം ദ ബുക്ക് ഓഫ് സഫനായ, സഫന്യാവ് 2:13 മുതൽ 15 വരെയും ഇതിനോട് നമുക്ക് ചേർത്ത് വയ്ക്കാവുന്നതാണ്. അത് നമ്മൾ നേരത്തെ വായിക്കാഞ്ഞത് കൊണ്ട് ഒന്ന് വായിക്കുന്നെങ്കിൽ കൊള്ളാമായിരിക്കും. സഫന്യാവ്, സഫനായ ചാപ്റ്റർ 2 13, 14 and 15. അവൻ വടക്കോട്ട് കൈ നീട്ടി അശൂരിനെ നശിപ്പിക്കും. നിനവയെ ശൂന്യവും മരുഭൂമിയിലെ വരണ്ട നിലവുമാക്കും. അതിന്റെ നടുവിൽ ആട്ടിൻകൂട്ടങ്ങളും നാനാജാതി മൃഗങ്ങളും കിടക്കും. അതിന്റെ പോതികളുടെ ഇടയിൽ വേഴാമ്പലും മുള്ളനും രാപാർക്കും. കിളിവാതിൽക്കൽ പാട്ടുപാടുന്നത് കേട്ടോ. ദേവദാരുപ്പണി പറിച്ചു കളഞ്ഞിരിക്കിയാൽ ഉമ്മരപ്പടിക്കൽ ശൂന്യതയുണ്ട്. ഞാനേയുള്ളൂ, ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് നിർഭയം വസിച്ചിരുന്ന ഉല്ലസിത നഗരം ഇത് തന്നെ. അത് ശൂന്യവും മൃഗങ്ങൾക്ക് കിടപ്പാടവും ആയിത്തീർന്നത് എങ്ങനെ? അതിനരികെ കൂടി പോകുന്ന ഏവനും ചൂളകുത്തി കൈകുലുക്കും. സ്തോത്രം. 18 അധ്യായത്തിൽ നമ്മൾ ഇന്നലെ വായിച്ചല്ലോ, ബാബിലോൺ പറയുന്നത് ഞാൻ രാജ്ഞിയായിരിക്കുന്നു, ഞാൻ വൈധവ്യം അനുഭവിക്കുകയില്ല, പുത്രനഷ്ടം ഉണ്ടാവുകയില്ല എന്ന് വെച്ചാൽ അവൾക്ക് ദുഃഖിക്കാനായിട്ട് വിലപിക്കാനായിട്ട് ഒന്നുമില്ല എന്ന് അവൾ പറഞ്ഞുകൊണ്ട് അവൾ തന്നെ സകലത്തിനും മീതയായിരിക്കുന്നു, അവളല്ലാതെ വേറെ ആരുമില്ല എന്ന നിലയിൽ കഴിഞ്ഞ ഉല്ലസിത നഗരം. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ പ്ലഷേഴ്സ് ഓഫ് സിൻ, പാപത്തിന്റെ സുഖലോലുപതകളുടെ ഉത്തുംഗതയിൽ വിരാജിച്ചിരുന്ന ഒരു പട്ടണം. അവിടെ പാട്ടും സംഗീതവും എല്ലാ തരത്തിലുമുള്ള ആസ്വാദനങ്ങളുമൊക്കെ, രാവെന്നും പകലെന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടം പോലെ ആസ്വദിപ്പാൻ എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഉല്ലസിത നഗരം. പക്ഷേ അവൾ ഇല്ലാതെയായിത്തീരും. യെരുശലേമിന്റെ വടക്ക് അശൂർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരിക്കൽ അശൂറിന്റെ തലസ്ഥാനമായി, പിന്നീട് ബാബിലോണിന്റെ തലസ്ഥാനമായി. അതുകൊണ്ടാണ് അശൂർ എന്നും ബാബിലോൺ എന്നും ഒക്കെ തിരിച്ചും മറിച്ചുമുള്ള പേരുകൾ നമുക്ക് പ്രവചന പുസ്തകങ്ങൾ കാണാം, പ്രത്യേകിച്ച് യെശയ്യാവിൽ. അപ്പം ഈ പ്രവചനങ്ങളെല്ലാം നിവർത്തിക്കുന്നത് 18 അധ്യായം വെളിപ്പാട് പുസ്തകത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ ദൈവം അവളെ നശിപ്പിക്കും, ദൈവം അവളെ ഇല്ലാതെയാക്കും. സ്തോത്രം. നമ്മൾ അതിനെ നശിപ്പിക്കുന്നതിനുള്ള കാരണങ്ങളൊക്കെ 17 അധ്യായം ചിന്തിച്ചപ്പോൾ തന്നെ നിമ്രോദും ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കുകയുണ്ടായല്ലോ. അതുകൊണ്ട് ആ കാര്യങ്ങൾ ആവർത്തിക്കുവാൻ
ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇങ്ങനെ പുരാതന ബാബിലോൺ അന്നുണ്ടായിരുന്ന ലോക രാജ്യങ്ങളെയൊക്കെ കീഴ്പ്പെടുത്തിയതുപോലെ ഈ പുനരുദ്ധരിക്കപ്പെടുന്ന ബാബിലോണും ലോക സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ട് മാറും. നമ്മൾ നേരത്തെ പഠിച്ച കാര്യം ഓർക്കുമല്ലോ, ലോകത്തെ മുഴുവനും കൂടെ ഭരിച്ച ആദ്യത്തെ ഭരണകൂടം ബാബിലോണാണ്. ഈജിപ്തും അസീറിയയും ഇതിനു മുമ്പ് ലോകശക്തികളായിരുന്നെങ്കിലും ബാബിലോണിനെ പോലെ മുഴുലോകത്തെയും തന്റെ സാമ്രാജ്യ ശക്തിക്ക് കീഴെ കൊണ്ടുവന്നിരുന്നില്ല. പക്ഷെ വമ്പൻ ശക്തികളായി അതിനു മുമ്പ് ഈജിപ്തും അസീറിയയും ഉണ്ടായിരുന്നു എന്ന് മാത്രം. എന്നാൽ ആ രണ്ട് സാമ്രാജ്യങ്ങളെക്കാളും അധികം ലോകത്തെ മുഴുവനും തന്റെ കുടക്കീഴിൽ അണിനിരത്തിയ ആദ്യത്തെ ലോക സാമ്രാജ്യം ബാബിലോൺ തന്നെയാണ്. അന്നത്തെ പോലെ ഈ അന്ത്യകാലത്തും പുനരുദ്ധരിക്കപ്പെടുന്ന ബാബിലോൺ ലോകത്തിന്റെ മുഴുവനും മുകളിൽ ഉന്നത സ്ഥാനത്ത് ആയിരിക്കും. എന്നാൽ ദൈവം അതിനെ ന്യായം വിധിക്കുന്ന ഒരു അവസ്ഥയാണ് നാം കാണുന്നത്. അങ്ങനെ ന്യായം വിധിച്ച് അതിനെ ഇല്ലാതെയാക്കും. അപ്പോൾ ഈ പട്ടണത്തിന്റെ നാശം നാം കാണുന്നു. ഡിസ്ട്രക്ഷൻ ഓഫ് ദിസ് സിറ്റി. അടുത്തത്, ഈ പട്ടണത്തെ നശിപ്പിക്കുന്നത് ആര്? എങ്ങനെയാണ് ഇതിന്റെ നാശം സംഭവിക്കുന്നത്? നാം കണ്ടു കഴിഞ്ഞു. 18-ന്റെ 8-ാമത്തെ വാക്യം, 9-ാം വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, 8ഉം 9ഉം കൂടെ വായിച്ചോളൂ. 9-ാമത്തെ വാക്യത്തിലാണ്, 8ഓട് ചേർത്ത് വായിക്കാം. വെളിപ്പാട് 18-ന്റെ 8ഉം 9ഉം. അത് നിമിത്തം മരണം, ദുഃഖം, ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും. അവളെ തീയിൽ ഇട്ട് ചുട്ടുകളയും. അവളെ ന്യായം വിധിച്ച ദൈവമായ കർത്താവ് ശക്തനല്ലോ. അവളോടുകൂടെ വേശ്യാസംഗം ചെയ്ത് പുളച്ചിരിക്കുന്ന ഭൂരാജ അവളുടെ പീഡ നിമിത്തം ഭയപ്പെട്ട് ദൂരത്തു നിന്നുകൊണ്ട് അവളുടെ ദഹനത്തിന്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും മാറത്തടിച്ചും കൊണ്ട്, അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണെ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. 20-ാം വാക്യവും കൂടെ, 20. സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതുകൊണ്ട് അവളെ ചൊല്ലി സ്തോത്രം. അപ്പൊ ഇവിടങ്ങളിൽ നമ്മൾ കാണുന്നത്രേ ഉള്ളൂ, ദ സോഴ്സ് ഓഫ് ഹെർ ഡിസ്ട്രക്ഷൻ. അവൾ ശിക്ഷ വിധിക്കപ്പെടുന്നത് ആരാൽ? ആരാണ് അവളെ ശിക്ഷിക്കുന്നത്? ബാബിലോണിന്റെ നാശത്തിന് ആരാണ് പ്രവർത്തിക്കുന്നത്? ഒറ്റ വാക്കിൽ, ഗാഡ് ഹിംസെൽഫ്. നമ്മൾ നേരത്തെ കണ്ടതാണ്, വിശദീകരിക്കേണ്ടതില്ലല്ലോ. ദൈവം ബാബിലോണിനെ നശിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം നമ്മുടെ കാണുന്നു, the swiftness of her destruction. അവളുടെ നാശത്തിന്റെ വേഗത. the swiftness. നാം ഈ 2 വാക്യങ്ങളിലും അല്ലെങ്കിൽ 3 വാക്യങ്ങളിലും കണ്ടു, ഒറ്റ ദിവസം കൊണ്ട്. എടുത്തു പറഞ്ഞിരിക്കുന്നു, ഒറ്റ മണിക്കൂർ കൊണ്ട്. അധിക ദിവസങ്ങൾ എടുത്തില്ല, അധിക സമയമെടുത്തില്ല. സൊദോം ഗോമോറയെ നശിപ്പിച്ചതും നമ്മൾ ഇപ്പോൾ തന്നെ കേട്ടല്ലോ. അങ്ങനെ
പെട്ടെന്ന് the swiftness. 9-ാം വാക്യം, 10-ാം വാക്യം, 15, 17, 19, 20. Chapter 18 of Revelation, verses 9, 10, 15, 17, 19 and 20. ഈ വാക്യങ്ങളിലെല്ലാം നാം കാണുന്നു വളരെ പെട്ടെന്ന്, ഒറ്റ മണിക്കൂർ കൊണ്ട്. ഈ 1 മണിക്കൂർ എന്ന് പറയുന്നതും അക്ഷരീയമായി നമ്മുടെ 1 മണിക്കൂറാകാനാണ് സാധ്യത. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് എന്ന് കാണിക്കാൻ വേണ്ടി 1 മണിക്കൂർ എന്ന് പറഞ്ഞിരിക്കും. അരമണിക്കൂർ സ്വർഗത്തിൽ മൗനത ഉണ്ടായി എന്ന് പറയുന്നത് പോലെ തന്നെ ഇതും അക്ഷരീയമായിട്ടുള്ള സമയം ആകാൻ തന്നെയാണ് സാധ്യത. ഇനി അല്ല എന്നൊരാൾ വിശ്വസിക്കുന്നെങ്കിൽ കുഴപ്പമില്ല. നമ്മളെന്നും പറയുന്നത് പോലെ രക്ഷയെ ബാധിക്കാത്ത, ഉപദേശം അല്ലാത്ത ഒരു വിഷയമായതുകൊണ്ട് നമ്മുടെ ഇഷ്ടം പോലെ അത് വ്യാഖ്യാനിക്കും. 1 മണിക്കൂർ എന്ന് തന്നെ എടുക്കുന്നതാണ് എൻ്റെ ചിന്തയിൽ കൂടുതൽ ഉത്തമം. അത്ര പെട്ടെന്ന്. അതിനകത്ത് അതിശയോക്തിയുമില്ല. അപ്പോൾ എത്ര ഉയർന്നിരുന്നാലും ഉന്നതരായിരുന്നാലും ദൈവത്തിന് ശിക്ഷ വിധിച്ച് അവരെ ശൂന്യരാക്കാൻ പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട എന്നർത്ഥം. പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട. ദൈവത്തിന്റെ ദയ നിമിത്തമാണ് ഇന്ന് മനുഷ്യനോട് ദൈവം ദീർഘക്ഷമ കാണിക്കുന്നത്, പാപികളോട് പോലും. എന്നാൽ ആ ദീർഘക്ഷമയുടെ പരിധി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ശിക്ഷാവിധി നടപ്പാക്കാൻ ദൈവം താമസിക്കുകയില്ല എന്നർത്ഥം. അപ്പോൾ ദൈവത്തിന്റെ ദയ തീർന്നാൽ പിന്നെ സാധ്യമല്ല. ഇന്ന് ഞങ്ങള് 6 മണി മുതൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പഠിച്ചപ്പോൾ വേദപുസ്തകത്തിൽ അത് ചോദ്യം ഇതായിരുന്നു: ഒരാൾ, അതായത് ഇപ്പൊ എനിക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു, പക്ഷേ എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തക്കതുപോലെ ഞാൻ ഒരു വിശുദ്ധനല്ല, ഞാൻ പാപിയ. എന്നാൽ എനിക്ക് വേണ്ടി മറ്റൊരു വിശുദ്ധനായ മനുഷ്യൻ മധ്യസ്ഥത അണയ്ക്കുന്നു. അപ്പൊ ഞാൻ അയോഗ്യനാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേട്ട് ദൈവം എനിക്ക് നന്മകൾ തരുമോ? ഞങ്ങൾ പല കാര്യങ്ങൾ ചിന്തിച്ചു. അതിൽ പറഞ്ഞ ഒരു കാര്യം, വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഏറ്റവും വലിയ 2 മധ്യസ്ഥന്മാരുണ്ട്. ബൈബിൾ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ 2 മധ്യസ്ഥന്മാർ അറിയാമായിരിക്കും നിങ്ങൾക്ക് ആരൊക്കെയാണ്? യേശുക്രിസ്തു മനുഷ്യനായ. കേട്ടില്ല? അല്ല, ഇയ്യോബും നോഹയും നീതിമാന്മാരുടെ കൂട്ടത്തിലാണ് വരുന്നത്. ഇയ്യോബ്, നോഹ, ദാനിയേൽ ഇവരെ ഏറ്റവും വലിയ നീതിമാന്മാരായിട്ടാണ് യെഹെസ്കേൽ പറയുന്നത്. അബ്രഹാം വന്നു. അല്ല, യേശുക്രിസ്തു
അല്ല, യേശുവും പരിശുദ്ധാത്മ നമുക്ക് ഇവിടെ എടുക്കേ വേണ്ട, മനുഷ്യരുടെ കാര്യമാണ്. സോറി. മോസസ്. മോസസ്, വൺ മോർ. യിരെമ്യാവ് 15:1 വായിച്ചോളൂ. ജെറമായ 15:1. ശമൂവേൽ, മോശയും ശമൂവേലും. മോശയും ശമൂവേലും. വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്ന ഏറ്റവും വലിയ 2 മധ്യസ്ഥന്മാരാണിവർ. മോശയുടെ കാര്യം നമുക്ക് സംശയാതീതമായ കാര്യമാണ്. ശമൂവേലിനോട് അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നീ നിർത്തിക്കളയല്ലേ എന്ന്. അതിന് മറുപടിയായിട്ടാണ് ശമൂവേൽ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുന്നു എന്ന് വരാനിടയാകരുത്. എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നർത്ഥം. പക്ഷേ 15:1 എന്താ വായിക്കുന്നത്? വായിച്ചോ 15:1. യഹോവ എന്നോട് അരുളി ചെയ്തത്, മോശയും ശമൂവേലും. യിരെമ്യാവിനോട് ദൈവം അരുളി ചെയ്യുന്നു, മോശയും ശമൂവേലും എന്റെ മുമ്പാകെ നിന്നാലും എന്റെ മനസ്സ് ഈ ജനത്തിങ്കിലേക്ക് ചായുകയില്ല. ഇവരെ എന്റെ മുമ്പിൽ നിന്ന് ആട്ടിക്കളക, അവർ പോയിക്കൊള്ളട്ടെ. സ്തോത്രം. ഇവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കരുതെന്ന് 14:14 തോന്നുന്നു യിരെമ്യാവ് തന്നെ. പ്രവാചകന്മാർ എന്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു, ഞാൻ അവരെ അയച്ചിട്ടില്ല. അവരോട് കൽപ്പിച്ചിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടുമില്ല. അവർ വ്യാജ ദർശനവും വാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുന്നു. അപ്പം ഇവിടങ്ങളിൽ 11:14 ആകയാൽ നീ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി യാചനയോ പക്ഷവാദമോ കഴിക്കുകയുമരുത്. അവർ അനർത്ഥ നിമിത്തം എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കയില്ല. സ്തോത്രം. 15:1 പറയുന്നു, ഇസ്രായേലിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മധ്യസ്ഥന്മാരായ മോശയും ശമൂവേലും പോലും ഈ ജനത്തിന് വേണ്ടി എൻ്റെ മുമ്പിൽ നിന്നാൽ ഞാൻ അവരുടെ മുഖത്തെ ആദരിക്കത്തില്ല, അവരുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. അന്ന് ജീവിച്ചിരുന്ന കണ്ണുനീരിന്റെ പ്രവാചകനായ യിരെമ്യാവോട് ദൈവം പറയുന്നു, ഈ ജനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കരുത്, ഞാൻ കേൾക്കത്തില്ല. അവര് നിലവിളിച്ചാലും ഞാൻ കേൾക്കത്തില്ല. കാരണം 15:6 15:6 യെരൂശലേമേ, ആർക്ക് നിന്നോട് കനിവ് തോന്നുന്നു? ആർ നിന്നോട് സഹതാപം? 15:6 നീ എന്നെ ഉപേക്ഷിച്ച് പിൻവാങ്ങിയിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈനീട്ടി നിന്നെ നശിപ്പിക്കും, ഞാൻ കരുണ കാണിച്ച് മടുത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ മധ്യസ്ഥന്മാരുടെ മധ്യസ്ഥതയ്ക്ക് പോലും ഇവരെ രക്ഷിപ്പാൻ കഴിയാതാകുന്നത്? ദൈവം അവരോട് കരുണ കാണിച്ച് മടുത്തിരിക്കും. എന്ന് വെച്ചാൽ ദൈവം ഒരു മനുഷ്യനോടോ കുടുംബത്തോടോ ഒരു സമൂഹത്തോടോ ഒരു രാജ്യത്തോട് തന്നെയോ കരുണ കാണിച്ച് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ നശിപ്പിക്കാൻ, പിന്നെ അവരെ നിർമൂലമാക്കാൻ, പിന്നെ അവരെ ശിക്ഷ വിധിക്കാൻ ദൈവം കാത്തിരിക്കുകയില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? ദൈവത്തിന് നമ്മോട് കരുണാകാലം തീരുന്നത് വരെ മാത്രമേ
ശിക്ഷ വിധിക്കുവാൻ താമസിക്കുകയുള്ളൂ. ഇത് ദൈവത്തിന്റെ ഒരു പൊതു തത്വമാണ്, ഒരു പൊതു ഇടപെടിയിലാണ്. ഇസ്രായേലിനോട് പോലും അങ്ങനെയായിരുന്നുവെന്നാണല്ലോ നമ്മളിപ്പോൾ യിരെമ്യാവിൽ വായിച്ചത്. അങ്ങനെയെങ്കിൽ പിന്നെ ദൈവത്തിന്റെ വിശുദ്ധന്മാരെ കൊന്നുമുടിച്ച, മനുഷ്യരെ ദൈവത്തോട് മത്സരിപ്പിക്കുന്നതിന് ആദ്യ ചുവടുവയ്പ് നടത്തിയ, എക്കാലവും ദൈവീയ വിശുദ്ധിക്കും പ്രകൃതത്തിനും ദൈവഹിതത്തിനും എതിരായി പ്രവർത്തിച്ച, ഇപ്പോൾ സകല മ്ലേച്ഛതകളുടെയും തലസ്ഥാന നഗരിയായിരിക്കുന്ന ബാബിലോണിനോട് ദൈവത്തിന്റെ കരുണ അങ്ങേയറ്റം വരെ തീർന്നു പോയതുകൊണ്ട് ഒട്ടും തന്നെ അമാന്തിക്കാതെ പൊടുന്നനവേ ദൈവത്തിന്റെ ക്രോധം അവളുടെ മേൽ പകർന്ന് എന്ത് ചെയ്തിരിക്കുന്നു? നശിപ്പിച്ചിരിക്കുന്നു. ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ, എടുത്തു പറയുന്നു, ഒറ്റ മണിക്കൂർ കൊണ്ട് അവളുടെ ശിക്ഷാവിധി വന്നല്ലോ. അവളുടെ ശിക്ഷാവിധി വന്നല്ലോ. സ്തോത്രം. ഇത്രയും വ്യക്തമാണല്ലോ. എന്തെങ്കിലും സംശയം? ഇല്ലെങ്കിൽ ഇവളുടെ നാശത്തിന്റെ കാരണം ഇന്നലെ നമ്മൾ കണ്ടു കഴിഞ്ഞു, എങ്കിലും ഒന്ന് ഓടിച്ചു പറയുന്നേ ഉള്ളൂ. ഒന്നാമത്തെ കാരണം 18-ന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, This Babylon becomes the headquarters of demonic activities during the tribulation period. This becomes the headquarters, this becomes the capital of demonic activities during tribulation. മഹാപീഡനകാലത്ത് ഈ പട്ടണം സാത്താന്യ കാര്യപരിപാടികളുടെ തലസ്ഥാനമായി, മുഖ്യാലയമായി മാറുന്നു. സ്തോത്രം. സകല പൈശാചിക ശക്തികളുടെയും ഏകീകരണം ഇവിടേക്കായിട്ട് മാറും. രണ്ടാമത്തെ കാര്യം നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ദ പ്രൈഡ്, അറോഗൻസ്. 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവളുടെ നിഗളം അഥവാ അഹങ്കാരം. ഇന്നലെയും നമ്മൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നല്ലോ. ഇന്നും അതിനുള്ള നിഗളത്തിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പണ്ട് മുതലേ ബാബിലോൺ നിഗളത്തിന്റെ പര്യായമായി അറിയപ്പെടുന്ന നഗരമാണ്. നെബൂഖദ്നേസറിന്റെ കാലത്തും നമുക്കറിയാം, വിശദീകരിക്കേണ്ടതില്ലല്ലോ. നെബൂഖദ്നേസർ തന്നെ അക്കാര്യം പറയുന്നുണ്ട്. അവൻ കാളയെ പോലെ പുല്ല് തിന്ന കാര്യം, കഴുകനെ പോലെ അവന്റെ രോമങ്ങൾ വളർന്ന കാര്യം, കാട്ടിൽ പോയി താമസിച്ച കാര്യമൊക്കെ അവൻ നിഗളിച്ചു. നെബൂഖദ്നേസറിന് ദൈവം സ്വപ്നമൊക്കെ കൊടുത്തു, ഭാവി കാലത്തെക്കുറിച്ചുള്ള വെളിപ്പാടൊക്കെ അവന് കൊടുത്തു. എങ്കിലും അവൻ നിഗളിയായി, ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് അവൻ കാരണഭൂതനായി, അവൻ അർഹനായി. അപ്പോൾ ഈ പട്ടണം എക്കാലവും നിഗളിച്ച പട്ടണമായിരുന്നു. നിഗളം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 2 പാപങ്ങളെ തന്തപ്പാപങ്ങൾ എന്ന് വിളിക്കുന്നത് ഓർമ്മയുണ്ടല്ലോ. ദ്രവ്യാഗ്രഹവും നിഗളവും.
നിഗളവും ദ്രവ്യാഗ്രഹവുമാണ് മറ്റെല്ലാ പാപങ്ങൾക്കും ജന്മം കൊടുക്കുന്ന രണ്ട് പാപങ്ങൾ. അത് മാത്രമല്ല, വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ രണ്ട് പാപങ്ങളിൽ അകപ്പെട്ടവർ മടങ്ങി വന്ന ചരിത്രവും ഇല്ല. നിഗളമോ ദ്രവ്യാഗ്രഹമോ ഒരുത്തനിൽ കൂടിയാൽ, എന്ന് വെച്ചാൽ ഒരുത്തനിൽ വന്നുകൂടിയാൽ, അവന് മാനസാന്തരപ്പെടാൻ കഴിയാത്തതുപോലെയുള്ള അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വേശ്യാവൃത്തി ചെയ്ത് ജീവിച്ചവർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. രാഹാബ് യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ പോലും കയറിപ്പറ്റി. ആ പാപത്തെ പ്രോത്സാഹിപ്പിക്കല്ല, തെറ്റിദ്ധരിക്കരുതാരും. പക്ഷേ അതിനേക്കാൾ ഭീകരമായ പാപമാണ്, ഏറ്റവും മ്ലേച്ഛകരമായ പാപമാണ് ലൈംഗിക പാപങ്ങൾ. എന്നാൽ അതിനേക്കാൾ ഭീകരമായ പാപങ്ങളാണ് നിഗളവും ദ്രവ്യാഗ്രഹവും. ലൈംഗിക പാപങ്ങൾക്കടിമകളല്ലാത്തവര് പോലും ഈ രണ്ട് പാപങ്ങൾക്ക് അടിപ്പെട്ടവരായിട്ട് സഭയ്ക്കകത്തുമുണ്ട്. കാരണം ദ്രവ്യാഗ്രഹവും നിഗളവും ഉള്ളവരെ നമ്മൾ വലുതായിട്ട് പുച്ഛിക്കാറൊന്നുമില്ല. അതേസമയം ഏതെങ്കിലും സെക്ഷുവൽ സിൻസിൽ, ലൈംഗിക പാപങ്ങളിൽ അകപ്പെട്ടു പോയവനെ പിന്നെ കൊന്നുകൊല വിളിക്കും. അവനൊരു അബദ്ധത്തിൽ വീണതായാൽ പോലും, പിന്നീട് അവൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ പോലും, പിന്നെ ചിലപ്പോൾ അവന്റെ തലമുറകളെ വരെ നമ്മളെന്ന് പറഞ്ഞാൽ മനുഷ്യര് പൊതുവെ ആ നിലയിലാണ് കാണുന്നത്. അതേസമയം സഭയ്ക്കകത്ത് തന്നെ ദ്രവ്യാഗ്രഹമുള്ളവരെയും നിഗളികളെയും ആ ഒരു നിലയിൽ നമ്മൾ കാണാറേയില്ല. പക്ഷേ ഭീകരപാപങ്ങൾ ഇത് രണ്ടുമാ. മുമ്പ് ഞാൻ പറഞ്ഞ പദം ആവർത്തിക്കുന്നു, മ്ലേച്ഛകരമായ പാപം ദുർനടപ്പാണ്. പക്ഷേ ഭീകരമായ പാപങ്ങൾ, ദുർനടപ്പിനേക്കാൾ ഭീകരമായത് നിഗളവും ദ്രവ്യാഗ്രഹവും. ആ പാപത്തിന് ഈ പട്ടണം അടിമയായി. നിഗളം സാത്താന്റെ പാപമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെശയ്യാവ് 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, 12, 13, 14 വാക്യങ്ങളിൽ ഞാൻ എന്ന ഭാവം നമുക്ക് ഓർമ്മ കാണും. ആ ഭാഗങ്ങളിൽ യെശയ്യാ 14-ന്റെ 12, 13, 14 വാക്യങ്ങളിലായിട്ട് ലൂസിഫർ ഐ വിൽ എന്ന് 5 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ന 5 പ്രാവശ്യം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഐ വിൽ, ഇംഗ്ലീഷിൽ അത് വ്യക്തമാണ്, 5 പ്രാവശ്യം. മലയാളത്തിൽ ഒരു വാചകം തുടർമാനമായി കൊടുത്തിരിക്കുന്നു. 1 തീമോഥെയോസ് 3-ന്റെ 6, 7 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, പുതിയ ശിഷ്യൻ അധ്യക്ഷനാകരുത്. കാരണം നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടുവാൻ ഇടയാകും. അപ്പോൾ അവിടെ പൗലോസ് എടുത്തു പറയുന്നു, നിഗളം പിശാചിന്റെ പാപമാണ്. അതുകൊണ്ട് യാക്കോബ് പറയുന്നു, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. പത്രോസും 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ ആ കാര്യം പറയുന്നു. ആ പിശാചിന്റെ പാപത്തിന് അടിപ്പെട്ടിരിക്കുന്നു ഈ നഗരം.
സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കർത്താവായ യേശു ഭൂമിയിൽ വന്നപ്പോൾ തന്നെത്താൻ യേശു താഴ്ത്തിയത്, ദാസ്യരൂപമെടുത്തു വന്നത്. യഹോവയുടെ ദാസൻ എന്ന പ്രവാചകൻ യേശുവിനെ സംബോധന ചെയ്തത്. യെശയ്യാവ് ആവർത്തിച്ചു പറയുന്നത്, യേശുവിനെ വിളിക്കുന്നത് യഹോവയുടെ ദാസൻ എന്നാണ്. പിതാവും പുത്രനും തത്തുല്യരായിരിക്കെ തന്നെ യേശു ഭൂമിയിൽ വന്നപ്പോൾ തന്നെത്താൻ അങ്ങ് താഴ്ത്തി, പിതാവിന് മഹത്വം കൊടുത്തു. നമുക്ക് മാതൃകയാണ്. അതുകൊണ്ടാണ് യേശു തന്റെ അന്ത്യ അത്താഴത്തിൽ പറഞ്ഞത്, ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ അങ്ങനെ തന്നെ ചെയ്യുവീൻ. സ്തോത്രം. ക്രിസ്തുവേശുവിലുള്ള അതേ ഭാവം നമ്മിൽ ഉണ്ടായിരിക്കണം. ആ ഭാവം പൗലോസ് ഫിലിപ്പിയർ 2:6 മുതൽ പറയുന്നു, തന്നെത്താൻ താഴ്ത്തിയെന്ന്. ഇപ്പൊ നിഗളം ദൈവത്തെ ശത്രുവാക്കി കളയുന്ന തരം പാപമാണ്. നമ്മിൽ ആരിലും ഒരു കാരണവശാലും അത് ഉണ്ടാകരുത്. ആവർത്തിച്ചു പറയട്ടെ, നാം യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോടനുരൂപരായി താഴ്മയും സൗമ്യതയുമുള്ളവരായിരിക്കണം. യാതൊരു കാരണവശാലും നിഗളം നമ്മൾ ഉണ്ടാകരുത്. ബാബിലോണിനെ നശിപ്പിക്കുന്നതിനുള്ള രണ്ടാമത്തെ കാരണം അതാണ്. മൂന്നാമത്തേത് നമ്മൾ ഇന്നലെ പഠിച്ചു, ആവർത്തിക്കുന്നതേ ഉള്ളൂ, ഗ്രോസ് മെറ്റീരിയലിസം, ഭൗതികത, ഉയർന്ന ഭൗതികത, ഭൗമിക വസ്തുക്കളുടെ അതിപ്രസരം. അത് ദൈവത്തിൽ ആശ്രയിക്കാതെ തങ്ങൾക്കുള്ളതിൽ ആശ്രയിക്കുന്നതിന് അവരെ പ്രേരിപ്പിച്ചു. അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിലുമൊക്കെ, അതായത് നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ സമൂഹത്തിൽ സുവിശേഷം അറിയിക്കുമ്പോൾ പലരും പറയാറുള്ളത്, വിദ്യാഭ്യാസമുള്ളവരും പണമുള്ളവരും ഒക്കെ പറയുന്നത്, ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യം ഇല്ല. നമ്മൾ സുവിശേഷം അവതരിപ്പിക്കുന്നതിലും ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ധനവാന്മാരോടും വിദ്യാസമ്പന്നന്മാരോടുമൊക്കെ സുവിശേഷം പറയുമ്പോൾ പാപത്തിന് പരിഹാരമാണ് വേണ്ടതെന്ന് ഊന്നി പറയാറില്ല. മറ്റ് പ്രശ്നങ്ങൾക്ക് പരിഹാരം യേശുവിൽ ഉണ്ടെന്നാണ് പറയാറ്. നമ്മുടെ പ്രസംഗങ്ങളിലും അങ്ങനെയാണ്. നിങ്ങൾക്ക് സ്വസ്ഥതയില്ലയോ, വാ, സമാധാനവും സ്വസ്ഥതയും തരും. രോഗികളാണോ, സൗഖ്യം തരും. അപ്പം ഇത് കേൾക്കുന്നവർ പറയും, എനിക്കങ്ങനെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, അപ്പൊ പിന്നെ എനിക്ക് ഉള്ള മെസ്സേജ് അല്ല ഇത്, എനിക്ക് ഈ യേശുവിനെ അങ്ങനെയാകുമ്പം വേണ്ട. ഇങ്ങനെയല്ലേ സാധാരണ നമ്മൾ സുവിശേഷം പറയുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പം ആശ്വാസമില്ലാത്തവര് വാ, സൗഖ്യമില്ലാത്തവര് വാ, പ്രശ്നമുള്ളവര് വാ. എനിക്ക് പ്രശ്നമൊന്നും ഇല്ല അങ്ങനെ, അതുകൊണ്ട് എനിക്ക് യേശുവിനെ വേണ്ട എന്ന ഒരു രീതിയിലാണ് പൊതുവെ. കാരണം എനിക്കുള്ളതെല്ലാം
ഉണ്ട്, എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, സമൃദ്ധിയായിട്ടുമുണ്ട്. അതുകൊണ്ട് എനിക്ക് യേശുവിനെ വേണ്ട. യേശുവിനെ, ദൈവത്തെ, ആത്മീയത ഒക്കെ ആവശ്യമുള്ളത് ഈ അശരണർക്ക്, അധകൃതർക്ക്, പിന്നെ കഷ്ടമനുഭവിക്കുന്നവർക്കൊക്കെയാണെന്നൊരു പൊതുധാരണയുണ്ട്. അത് വെച്ചാണ് ഇവിടെ ഈ ബാബിലോണിന് ഇഷ്ടം പോലെ സമ്പൽ സമൃദ്ധിയുണ്ട്. ആ സമ്പൽ സമൃദ്ധി അവളെ ദൈവമില്ലാത്തവളാക്കാൻ, ദൈവത്തെ വേണ്ടെന്ന് വെക്കുവാൻ പ്രേരിപ്പിക്കുന്നു. എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ ധാരാളം. ഭയങ്കര വാണിജ്യ നഗരമായി മാറിയിരിക്കുന്നു. ഇന്നലെയും ഓർപ്പിച്ചതുപോലെ ജാഗ്രത. ദൈവം നമുക്ക് ഭൗതിക നന്മകൾ നൽകുമ്പോൾ ഒരിക്കലും ദൈവാശ്രയം നമ്മുടേത് കുറയരുത്. സ്തോത്രം. നമ്മെ ചികിത്സിക്കുവാൻ വിദഗ്ധന്മാരായ വൈദ്യന്മാരുടെ, ഡോക്ടർമാരുടെ സംഘമുള്ളപ്പോഴും, സൗജന്യമായി നമുക്ക് ചികിത്സ ലഭിക്കുവാൻ സാധ്യതയുള്ളപ്പോഴും, അല്ല പണം മുടക്കി ചികിത്സ നടത്തേണ്ട സ്ഥിതിയിലും മുടക്കാനുള്ള പണം ഇഷ്ടം പോലെ നമ്മുടെ പക്കലുള്ളപ്പോഴും, രോഗസൗഖ്യത്തിനായി നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മുടെ ഭൗമിക ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിനായി നമ്മുടെ പക്കൽ സമൃദ്ധിയായി എല്ലാം ഉള്ളപ്പോഴും എല്ലാറ്റിനും ദൈവത്തിൽ ആശ്രയിക്കുക. സ്വാധീനമുള്ള സമൂഹത്തിലെ ഉന്നതന്മാർ, രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ നമ്മളെ സഹായിപ്പാൻ ഉള്ളപ്പോഴും നാം കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം ആശ്രയത്തോടെ നോക്കുക. ദൈവമേ, അങ്ങല്ലാതെ എൻ്റെ തല ഉയർത്തുന്നവൻ മറ്റാരുമില്ല. സ്തോത്രം. അതിൽ ഞാൻ പരേതനായ ക്യാപ്റ്റൻ സാമുവേലിനെ സല്യൂട്ട് ചെയ്യുന്നു. അദ്ദേഹത്തെ പല പ്രാവശ്യം ജയിലിൽ അടച്ചിട്ടുണ്ടെന്ന് എൻ്റെ അറിവ്. ഒരിക്കൽ ജയിലിലടച്ചപ്പോൾ സഭാ നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കളുടെ സ്വാധീനത്താൽ അദ്ദേഹത്തെ പുറത്തിറക്കാൻ വേണ്ടി ചെന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പുറത്തിറങ്ങത്തില്ലെന്ന്, ഞാൻ വരുത്തില്ല. ഒന്നുകിൽ നിയമം അതിന്റെ വഴിക്ക് പോയിട്ട് എനിക്ക് ജാമ്യം തന്നാൽ ഞാൻ പുറത്തിറങ്ങാം, അല്ലെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുത്തവർ കേസ് പിൻവലിച്ച് എന്നെ പുറത്തിറക്കിയാൽ ഞാൻ ഇറങ്ങാം. ഇതല്ലാതെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടപെടലിൽ എനിക്ക് പുറത്തിറങ്ങണ്ട എന്ന് പറഞ്ഞ അദ്ദേഹം അകത്ത് തന്നെ കിടന്നു എന്നാണ് എൻ്റെ അറിവ്. ദൈവത്തിൽ ആശ്രയിക്കുക, സാധ്യതകളെല്ലാം ഉള്ളപ്പോഴും. സ്തോത്രം. ദൈവമുഖത്തേക്ക് നാം നോക്കുക. എനിക്കറിയാം പല വ്യക്തികളും രാത്രിയുടെ പല യാമങ്ങളിലും സൗഖ്യത്തിനായി, വിടുതലുകൾക്ക് വേണ്ടി മുട്ടയിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ളവർ. പക്ഷെ പിന്നീട് അവർക്ക് സാമ്പത്തികമൊക്കെ ഉണ്ടായപ്പോൾ ചെറിയ തലവേദനയ്ക്കും ചെറിയ പല്ലുവേദനയ്ക്കും ഒക്കെ പോലും അതേ രാത്രികളിൽ എഴുന്നേറ്റ് മരുന്ന് കഴിച്ച് കിടക്കുന്നവർ. ആശ്രയബോധം എവിടെ പോയി? മരുന്ന് കഴിക്കുന്ന പാപമാണെന്നല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം. തലയിൽ എണ്ണ പുരട്ടാനും മുഖത്ത് സോപ്പ് പുരട്ടി ഒന്ന് കുളിക്കാനും കഴുകാനും പോലും ഇല്ലാതിരുന്നവർ സാമ്പത്തിക നന്മ ഉണ്ടായപ്പോൾ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങാത്ത അവസ്ഥകൾ ഉള്ളത് എനിക്കറിയാം. പറഞ്ഞതിന്റെ സാരം മനസ്സിലായോ? ഭൗതികത വർദ്ധിച്ചപ്പോൾ ദൈവാശ്രയ ബോധം നഷ്ടപ്പെടുന്നു. ഇവിടെ ബാബിലോണിന്റെ പാപം
ഒരു പാപം അതാണ്. നാലാമത്തേതാണ് 18-ന്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. മൂന്നാമത്തെ മെറ്റീരിയലിസം, ഭൗതികതയെ കുറിച്ച് പറഞ്ഞപ്പോൾ റെഫറൻസ് 18-ന്റെ 12-ഉം 13-ഉം ഒക്കെ വാക്യങ്ങളാണ്. നാലാമത്തേതാണ് ഹെർ ഡ്രഗ് ആക്ടിവിറ്റീസ്, ലഹരി വസ്തുക്കളുടെ വിനിമയം. 18-ന്റെ 23-ാമത്തെ വാക്യത്തിൽ. മറ്റത് 5-ാമത്തേത് അടുത്ത വാക്യത്തിലുണ്ട്. 24-ാമത്തെ വാക്യത്തിൽ ബ്ലഡ് ഷെഡിങ്, രക്തപാതകം. എല്ലാം ഈ ധനാഢ്യത കൊണ്ടും അധികാരവും സ്വാധീനവും കൊണ്ടാണ്. ഈ പാപങ്ങളെല്ലാം സംഭവിക്കുന്നത് ധനാഢ്യത കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു വലിമയിൽ ഈ പട്ടണം എത്തി, നേട്ടങ്ങളിൽ ദൈവത്തെ തള്ളിക്കളഞ്ഞു. ദൈവത്തെ വേണ്ട എന്നൊരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ പോകുന്നത് കൊണ്ട് ദൈവം അവളെ ശിക്ഷിച്ചു. ഈ പാപങ്ങളിൽ നാം ആരും ഓഹരിക്കാർ ആകരുത്. ആ ഭാഗം കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് തിങ്കളാഴ്ച ചിന്തിക്കാം. ഈ ദൈവീയ കോപത്തിനിടയാക്കിയ ബാബിലോണ്യ പാപങ്ങളിൽ നാം പങ്കാളികളാകരുത്. അങ്ങനെയുള്ളത് വല്ലതും അകത്തുണ്ടെങ്കിൽ നമുക്കതിനെ പെറുക്കിയെടുത്ത് കളയാം. അങ്ങനെയുള്ള എവിടെയെങ്കിലുമാണ് നാം നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്നും നമുക്ക് വിട്ടുപോരാം. അതാണ് പറയുന്നത്, വിട്ടുപോരുക. സ്തോത്രം. പ്രിയരെ, നമുക്ക് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കാം. നമുക്ക് കഴിവുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, സാധ്യതകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് നമ്മുടെ ജീവിതം കഴിക്കാം. സ്തോത്രം.